ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യലാണ്. 7ാമത്തെ യൂണിറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതിൽ ട്രാൻസ്പോർട്ട് എന്ന ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്തിൻ്റെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ഇതാണ് എഴുതേണ്ടത്. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം വൺ പ്ലേസ് ഓർ വൺ പേഴ്സൺ ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ആണ്, ആശയവിനിമയം ചെയ്യുക അല്ലേ. നിങ്ങളുടെ ഫ്രണ്ടിനോട് ഒരു കാര്യം പറയുമ്പോൾ എന്താണ് അത്? കമ്മ്യൂണിക്കേഷനാണ്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു കാര്യം ത്തിൻ്റെ ട്രാൻസ്ഫർ അല്ലേ. ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ പെന്നില്ലെങ്കിൽ എന്ത് ചോദിക്കും? ഒരു പെന്ന് തരുമോ എന്ന് ചോദിക്കില്ലേ? അത് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. ഒന്ന് നീങ്ങിയിരിക്കുക എന്ന് പറയില്ലേ? അതും കമ്മ്യൂണിക്കേഷനാണ്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇൻഫോർമേഷൻ്റെ ട്രാൻസ്ഫർ, കൈമാറ്റം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിവരങ്ങൾ, ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ എന്നാണ് അർത്ഥം. എന്തെങ്കിലും വിവരങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പണ്ട് കാലം തൊട്ടേ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ്? എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറ്? ത്രൂ കോൺവെർസേഷൻ. നിങ്ങൾ വർത്തമാനം പറയാറുണ്ട്, അതിനെയാണ് കോൺവെർസേഷൻ എന്ന് പറയുക. ത്രൂ റൈറ്റിംഗ്, ഇടയ്ക്ക് എന്താണ് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ കത്തുകൾ എഴുതി കൊടുക്കാറുണ്ട്, അതാണ് ത്രൂ റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെയും നമ്മൾ ആശയവിനിമയം ചെയ്യാറുണ്ട്. ഓവർ ദ ഫോൺ അല്ലേ, നിങ്ങൾ മൊബൈലിൽ കൂട്ടുകാരെ വിളിക്കാറുണ്ട്, അപ്പോൾ അതും കമ്മ്യൂണിക്കേഷനാണ്. ഇതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നിങ്ങൾ ടി വിയിൽ പരസ്യങ്ങളൊക്കെ കാണാറില്ല പറയുന്നത്. ഡിജിറ്റൽ ടെക്നോളജി, പലതരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഗ്രൂപ്പിനോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മാസ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം അല്ലേ. എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, അതൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണോ എടുക്കുന്നത്? അല്ല, നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ആ 50 കുട്ടികളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? മാസ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഗ്രൂപ്പിനോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ എന്താണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ടീച്ചർ ക്ലാസ്സിലുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല അല്ലേ, അപ്പോൾ നമ്മൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഗസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ കാണിച്ചിട്ട് അല്ലേ, ഓരോന്ന് കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഡംഷറാസ് കളിക്കാറില്ലേ, ഒരു സിനിമയുടെ പേര് ഒരാൾ ചെവിയിൽ പറയും, നമ്മളത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കില്ലേ, അപ്പോൾ അതിനെയൊക്കെ എന്ത് പറയാം? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. അതായത് നമ്മൾ വായ കൊണ്ട് സംസാരിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിലിടാം. ഇനി ഹൗ കുഡ് വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ടു അനദർ അറ്റ് എ ടൈം വെൻ ദർ വർ നോ ലാംഗ്വേജസ്, സിമ്പിൾസ് ഓർ റൈറ്റിംഗ്? ഇതുപോലെയുള്ള നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഭാഷ അല്ലേ, മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നുമില്ലാത്ത സമയത്ത്, അതുപോലെ തന്നെ സിമ്പിൾ, ചിഹ്നങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത് എങ്ങനെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ത്രൂ ഗസ്റ്റേഴ്സ് അല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ, കൈകൊണ്ടും മുഖത്തോണ്ടൊക്കെ ആംഗ്യങ്ങൾ കാണിച്ചിട്ട് നമ്മൾ ഗസ്റ്റേഴ്സ്, ഇപ്പോൾ ഡാൻസ് കളിക്കുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ എന്താണ്, കൈകൊണ്ടുള്ള മുദ്രകളിലൂടെയൊക്കെയാണ് നമ്മൾ ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്സ്, ഒരു ചില പ്രത്യേകതര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. പെയിൻറ്റിങ്സ് ഓൺ വാൾസ്, എന്താണ് പണ്ട് കാലത്ത് അല്ലേ, അവിടെ ചുമരിൻ്റെ മുകളിൽ എന്താണ് ഗുഹയുടെ ഈ ഭിത്തികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലൊക്കെ പെയിൻറ്റിങ്സ് പോലെ ചെയ്തു വെച്ചിട്ട് അങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാവിങ്സ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്, അതുപോലെ തന്നെ ഈ ഗുഹയുടെ ഉള്ളിലും കല്ലിൻ്റെ മുകളിലൊക്കെ അവർ കല്ല് വെച്ചിട്ടൊക്കെ കോറി വെച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെയും അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇട്ടിട്ടുണ്ട് കണ്ടോ, ഇതൊക്കെ എന്താണ്? പല സിമ്പിൾസും അല്ലേ, പലതരം കാർവിങ്സൊക്കെ കല്ലുകൊണ്ടൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാനുള്ളത് ക്യൂണിഫോം എന്താണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. എന്താണ്? ഹ്യൂമൻ ഡെവലപ്ഡ് റൈറ്റിംഗ് അബൌട്ട് 5000 years ago, ഏതാണ്ട് 5000 വർഷം മുമ്പ് തന്നെ ഇങ്ങനെയുള്ള എഴുത്തുകൾ, അതാ കണ്ടോ, ഇപ്പം നമ്മൾ താഴെ കണ്ടില്ലേ, ആ രീതിയിലുള്ള എഴുത്തുകളൊക്കെ പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ എഴുത്തുകുത്തുകളൊക്കെ ചെയ്തു തുടങ്ങിയത് ആരാണ്? സുമേരിയൻസ് ആണ് ചെയ്തു തുടങ്ങിയത്. ആ സ്ക്രിപ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ക്യൂണിഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്താണ്? ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത റൈറ്റിംഗ് എന്താണ്? അത് ക്യൂണിഫോം ആണ്. അത് എന്തിലാണ് എഴുതിയിരുന്നത്? ക്ലേ ടാബ്ലറ്റ്സ്, കളിമണ്ണ് കൊണ്ട് ഇതുപോലെയുള്ള
കളിമണ്ണ് കൊണ്ട് ഇതുപോലെയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ടാബ്ലറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് അവർ ഓരോന്ന് എഴുതി വെച്ചിരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള എന്താണ്, ഹൈറോഗ്ലിഫിക്സ് കൊടുത്തിട്ടുണ്ട്. അത് എവിടത്തെയാണ്? അത് ഈജിപ്തിലാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ക്യൂണിഫോം ആണ് ആദ്യത്തെ റൈറ്റിംഗ്. അത് കണ്ടെത്തിയത് സുമേരിയൻസ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്തിലാണ് അവർ എഴുതിയിരുന്നത്? ക്ലേ ടാബ്ലറ്റ്സ്, കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. ഓക്കെ, ഇവിടെ പല ഇമേജസ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ആദ്യം സ്റ്റോണിലാണ് എഴുതിയിരുന്നത്. എന്തുപയോഗിച്ചിട്ടാണ്? ഷാർപ്പ് സ്റ്റോൺ, കൂർത്ത കല്ലുകൾ കൊണ്ടാണ് എഴുതിയിരുന്നത്. കോപ്പർ പ്ലേറ്റ്, കണ്ടോ, കോപ്പർ കൊണ്ടുള്ള മെറ്റൽ കൊണ്ടുള്ള പ്ലേറ്റുകൾ ഉണ്ടാക്കി. അത് എന്തുകൊണ്ടാണ് എഴുതിയിരുന്നത്? മെറ്റൽ സ്റ്റൈലസ്, ഇതുപോലെയുള്ള കൂർത്ത മെറ്റൽ കൊണ്ടുള്ള ഒരു സാധനം കൊണ്ടാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരുന്നത്. പിന്നെ എന്താണ്? പാം ലീവ്സ്, നമ്മുടെ താളിയോലകളൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ. അതെന്തുകൊണ്ടാണ് എഴുതിയിരുന്നത്? സ്റ്റൈലസ് അല്ലെങ്കിൽ നാരായം ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരുന്നത്. ഓക്കെ, ഇനി എന്താണ്? വാട്ട് ആർ ദി മീൻസ് യൂസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നൗ എ ഡേയ്സ്? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ന്യൂസൊക്കെ കൺവേ ചെയ്യുന്നത്? ഇതില്ല, ഫസ്റ്റത്തെ ഇല്ല കേട്ടോ. പീജിയൻ വിത്ത് ലെറ്റർ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, അത് കൊടുക്കണ്ട. മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? മൊബൈൽ ഫോൺ ഉണ്ട്, റേഡിയോ ഉണ്ട്, ടെലിഫോൺ, ബുക്സ്, ലെറ്റർ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, കമ്പ്യൂട്ടർ, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൊടുക്കാം. ഇനി പണ്ട് കാലത്ത് എങ്ങനെയാണ് നമ്മൾ പീജൻ, ഇപ്പം നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ പ്രാവിനെയൊക്കെ വിട്ടിട്ട് അതിൻ്റെ കാലുമേ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ലെറ്ററിലാക്കിയിട്ട് അതിൻ്റെ കാലുമേ കെട്ടിയിട്ട് നമ്മൾ വിടാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ്, ആ പ്രാവാണ് അത് വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഇതാ കണ്ടോ, ഇതുപോലെ റോയൽ പ്രൊക്ലമേഷൻസ്, ആൾക്കാരിങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് വിളംബരം ചെയ്യുന്നത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്താണ്? പ്രിൻറ്റിംഗ് പ്രസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പ്രിൻറ്റിംഗ് ടെക്നോളജി കണ്ടെത്തിയത് ആരാണ്? ചൈനീസാണ് അത് കണ്ടെത്തിയത്. ഓക്കെ, അയൺ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തത് ആരാണ്? അത് ഗുട്ടൻബർഗ് ആണ്. പിന്നീട് വന്നതാണ് നമ്മുടെ പോസ്റ്റ് ബോക്സ്. പോസ്റ്റൽ സിസ്റ്റം വന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് വന്നു? ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻ്റർനെറ്റും ടെലിവിഷനും ഇൻ്റർനെറ്റും റേഡിയോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? ഒരാൾ പറയുന്നുണ്ട്, മറ്റൊരാൾ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഒരാൾ പറയുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ അത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂൾ അസംബ്ലി എക്സാമ്പിളാണ് അല്ലേ. നിങ്ങൾ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ആ മുറ്റത്ത് കൂടിയിട്ടുണ്ടാവും. ഒരാളാവും കാര്യങ്ങൾ പറയുന്നത്. ചിലപ്പോൾ പ്രിൻസിപ്പൽ സാർ ആയിരിക്കും, പ്രിൻസിപ്പൾ ആയിരിക്കും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടി സ്പീച്ച് നടത്തുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻലൻഡ്, നിങ്ങൾ കൂട്ടുകാരന് കത്തയക്കുകയാണ്, അത് പറയാം. ടെലിഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീനൊന്നും ഇപ്പം അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല, എന്നാലും നമുക്ക് പറയാം. ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വയ്ക്കുക. മാസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഓർ ഐഡിയ ടു എ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. ലാർജ് ചങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടം ആൾക്കാരോട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം കേട്ടോ. ഇതാ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ മലയാള മനോരമയാണ് വരുത്തുന്നതെങ്കിൽ അപ്പുറത്തെ വീട്ടിലും മലയാള മനോരമ തന്നെയാണെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കാര്യങ്ങൾ പറയാനുള്ള വിവരങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് അത് എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ മാസ് കമ്മ്യൂണിക്കേഷനാണ്. റേഡിയോ മാസ് കമ്മ്യൂണിക്കേഷനാണ്. TV സെമിനാറുകൾ വയ്ക്കാറുണ്ട് സ്കൂളിൽ, അത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. പബ്ലിക് മീറ്റിങ്സ് അല്ലേ, നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ മീറ്റിങ്സ് ഒക്കെ TV കാണാറില്ലേ, ഒരു കൂട്ടം ജനം അത് കാണാൻ വന്നിട്ടുണ്ടാവും, അത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. സ്ട്രീറ്റ് പ്ലേ, ഇപ്പോൾ പല സ്കൂളുകളിലും ചെയ്യുന്നതാണ് ഇതുപോലത്തെ സ്ട്രീറ്റ് പ്ലേസും സ്കിറ്റ്സും ഒക്കെ, അപ്പോൾ അതും മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ,
അതുപോലെ തന്നെ ബുക്കും മാഗസിനും മൂവീസും സോഷ്യൽ മീഡിയയും ഒക്കെ മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഇനി ഇൻ്റർനെറ്റ് വന്നതോടുകൂടി വീഡിയോ കോൺഫറൻസിങ് ഉപയോഗിച്ച് തുടങ്ങി അല്ലേ, നമ്മൾ ആൾക്കാരെ കണ്ട് സംസാരിച്ച് തുടങ്ങി. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ആമസോൺ ഫ്ലിപ്കാർട്ടും ഒക്കെ ഇല്ലേ, സാധനങ്ങൾ മേടിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ നമ്മൾ ഓൺലൈനാക്കി അല്ലേ. പിന്നെന്താണ്, ഇമെയിൽ അയക്കാറുണ്ട് നമ്മൾ. ടെലിമെഡിസിൻ, ഇപ്പോൾ കൊറോണയൊക്കെ വന്നപ്പോൾ എന്താണ്, നമ്മൾ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാം അല്ലേ, ഡോക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു, അതും നമ്മൾ ഉപയോഗപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഏതൊരു സൊസൈറ്റിയും ഷേപ്പ് ചെയ്യാനും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്ത് തന്നെയാണ്, ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ആണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആവും അല്ലേ, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ലെസൺ വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എക്സാമിനൊക്കെ പഠിക്കുന്ന രീതിയിൽ അങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ലെസണിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിന് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്